സാധാരണഗതിയിൽ എൻ്റെ മുന്നിൽ വരുന്ന ആളുകൾ ഒരു പ്രധാന പ്രത്യേകത, അതായത് എല്ലാവരിലുമുള്ള പ്രത്യേകതയായിട്ട് ഞാൻ കാണാറുള്ളത്, അശ്വതി നക്ഷത്രമാണ് ഞാൻ, അതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ ആവും. അവർ കുറെ അശ്വതി നക്ഷത്രക്കാരെ കണ്ടിട്ടുണ്ടാവും. കുറച്ച് പഴയ ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് അശ്വതി നക്ഷത്രം, അത് എൻ്റെ നക്ഷത്രം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആവും എന്ന് വിശ്വസിച്ച് നടക്കുന്ന കുറച്ച്. അതുപോലെ തന്നെ ഏറ്റവും തമാശയായി തോന്നിയിട്ടുള്ളത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ആളുകൾ. പുണർദ നക്ഷത്രം ശ്രീരാമന്റെയാണ്. അതിൽ ജനിച്ചിട്ടുള്ള ആളുകൾ ശ്രീരാമനുമായി ബന്ധപ്പെട്ട് ശ്രീരാമൻ അനുഭവിച്ച ദുഃഖങ്ങൾ അത് ഞാനും അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്, കാരണം ഞാൻ പുണർദാണെന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സാധാരണ ചിരിയാണ് വരാറ്. കാരണം ഞാൻ അവരെ പരിഹസിക്കുന്നതല്ല, പക്ഷേ ഒരു കാര്യമുണ്ട് അതിൽ. നക്ഷത്രം, തിഥി, കരണം, നിത്യയോഗം, ദിവസം, ഈ 5 ഭാഗങ്ങളാണ് പഞ്ചാംഗം എന്ന് പറയുന്നത്. അതിൽ പ്രധാനം നക്ഷത്രം ആയിട്ടാണ് കണക്കാക്കുന്നത്. ചന്ദ്രന്റെ പാതയെ നക്ഷത്ര സമൂഹങ്ങളാക്കിയെന്നും അതിനെ വെച്ചിട്ട് നമ്മൾ കൂറ രാശി കണക്കാക്കുന്നു. അതിന് ഫലമില്ല എന്നല്ല കേട്ടോ, ഫലമുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ 7 ഗ്രഹങ്ങൾ, അതല്ലാതെ രാഹു, കേതു, ഇവരുടെ സഞ്ചാരം 12 രാശികളിലായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതാണ് ജാതകം, ഗ്രഹനില എന്ന് പറയും. ഇതിൽ തന്നെ 12 വീടുകളായിട്ടും അതുപോലെ 7 ഗ്രഹങ്ങളുടെ സഞ്ചാരപഥയും പിന്നെ രാഹുവിൻ്റെയും കേതുവിൻ്റെയും എഫക്ട്സുമായിട്ട് ജാതകം നമ്മൾ എഴുതണം. അതിൽ തന്നെ നമ്മളൊരു 10 ലക്ഷം പേരെ കണ്ടാൽ 10 ലക്ഷം ജാതകവും ഉണ്ടാവും. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.